ഹോർമുസിൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇറാൻ. അമേരിക്ക വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സമാധാന കരാറിൽ നിന്നും ഏറെ അകലെയെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കി. ദിവിഷ് മണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിവിഷ്, ഒരു വലിയ ആശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഹോർമുസ് തുറന്നു എന്നുള്ള വാർത്ത കേട്ടത്. അതിന് പിന്നാലെ ഇന്നലെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നത്തെ ദിവസം എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അവിടെ നിന്ന്? ആര്യ, ഒറ്റ വരിയിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു അമേരിക്കയും ഇറാനും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ടുപേരും പറയുന്നത് ചർച്ചയിൽ പുരോഗതിയുണ്ട്, പക്ഷേ സമാധാന കരാറിലേക്ക് ഇനിയും ഏറെ അകലമുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകം കാത്തിരിക്കുന്ന പോലെ വേഗത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമോ? ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കുമോ എന്നൊക്കെ ലോകത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ ഇറാനോ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നതാണ് ഹോർമൂസ് അടയ്ക്കുക മാത്രമല്ല, അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്കേറെ ആക്രമണം ഉണ്ടാകുമെന്ന് കൂടി ഇറാൻ വ്യക്തമാക്കുന്നു. അതിൻ്റെ ഇന്നലെ നമ്മൾ കണ്ടതുമാണ് ഇന്ത്യൻ കപ്പലുകൾക്കെതിരെ ഉണ്ടായ നടപടിയും തുടർന്ന് ഇന്ത്യയുടെ പ്രതികരണവും ഒക്കെ. എന്തായാലും അത് ഒരു ഭാഗത്ത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മറുഭാഗത്ത് അമേരിക്ക അവരുടെ നാവിക ഉപരോധം തുടരുക തന്നെയാണ്. 10-23 കപ്പലുകൾക്ക് ഇറാനിൽ നിന്ന് എണ്ണയുമായി ഒക്കെ മറ്റു സാധനങ്ങളുമായി പോയ കപ്പലുകൾക്ക് അമേരിക്കൻ ഉപരോധം മൂലം തിരികെ പോകേണ്ടി വരുന്നു എന്ന് അറിയുന്നു. അതേസമയം 4 കപ്പലുകളെങ്കിലും ഈ ഉപരോധത്തെ മറികടന്ന് സഞ്ചാരം തുടരുന്നു എന്ന വിവരവും ഇറാൻ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങളും സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയമാണ് ഇത് അകന്നു പോകുന്നതെന്ന വിവരം. അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നത് നേരത്തെ നമ്മൾ പങ്കുവച്ച വിവരമാണ്. പാകിസ്ഥാനാണ് ഇതിൽ പ്രധാനമായിട്ട് ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിൻ്റെ ഒരു ഇടപെടലിൽ അമേരിക്കയിലെ തന്നെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ സംശയം ഉന്നയിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. കാരണം അസീം മുനീറിന് ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഡൊണാൾഡ് ട്രംപ് വളരെ ഇഷ്ടമുള്ള ആളെന്ന നിലയ്ക്ക് അസീം മുനീറിനെ പലപ്പോഴും അവതരിപ്പിക്കുകയും ചെയ്തതാണ്. ഈ രണ്ട് ഭാഗത്തുമുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പ് അത് ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ മാറുമോ എന്നതാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം. അതുകൊണ്ട് തന്നെ ഈ ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകുമെന്ന് പോലും ഇപ്പോൾ ഒരു സംശയം ഉയരുന്നുണ്ട്. പക്ഷേ ലോകം കാത്തിരിക്കുന്ന എത്രയും വേഗം ഒരു പ്രശ്നപരിഹാരം എന്നതാണ്. എന്നാൽ ഹോർമൂസ് അടച്ചുകൊണ്ട് ആക്രമണ ഭീഷണി മുഴക്കിക്കൊണ്ട് വീണ്ടും ലോകത്തെ ആകെ ഒരു ആശങ്കയുടെ മുൾമുനയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയാണെങ്കിൽ നിലപാടുകൾ ഇങ്ങനെ മാറി മാറി മറയുന്നത് കൊണ്ട് എന്താണ് അടുത്തതായി ട്രംപ് പറയാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്.